നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുതി ഉപയോക്താക്കൾക്ക് അധിക ബാധ്യത വരാതെയും ഇളവുകൾ അനുവദിച്ചുമാണ് വൈദ്യുതി നിരക്കിൽ വർധന നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തണ്ണീർത്തടം നികത്തുന്നവരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ബി.ജെ.പി. നേതാവ് എം.ടി. രമേശ്. സഹകരണ മേഖലയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയ സഹകരണ പെൻഷൻകാരെ മറക്കുന്ന നിലപാടാണ് സർക്കാരും പെൻഷൻ ബോർഡും സ്വീകരിക്കുന്നതെന്ന് സഹകരണ പെൻഷൻകാർ. വിവരാവകാശ നിയമം മാധ്യമങ്ങൾക്ക് വാർത്തകൾ സൃഷ്ടിക്കാനുള്ള നിയമാനുസൃതമായ ഉറവിടമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി.കെ. രാമകൃഷ്ണൻ. ഖത്തർ ജയിലിലെ തടവുകാർക്കായി കോഴിക്കോട്ട് മെഴുകുതിരി തെളിയിച്ച് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വൈദ്യുതി ഉപയോക്താക്കൾക്ക് അധിക ബാധ്യത വരാതെയും ഇളവുകൾ നിലനിർത്തിയുമാണ് വൈദ്യുതി നിരക്കിൽ നേരിയ വർധന നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പന്തിരാങ്കാവ് 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പന്തിരാങ്കാവ് കോഴിക്കോടൻ കുന്നിൽ നിർമ്മിക്കുന്ന പന്തിരാങ്കാവ് 110 kV സബ്സ്റ്റേഷന്റെ ശിലാസ്ഥാപനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. കേന്ദ്ര നയം മൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്നതിന്റെ കൂടിയ ചെലവും ഉപയോഗത്തിലെ വർധനയും സൃഷ്ടിച്ച ബാധ്യത മറികടക്കാനാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെറിയ തോതിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന നടപടി കൈക്കൊണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. നിരക്ക് പരിഷ്കരണം ജനങ്ങളെ കാര്യമായി ബാധിക്കാതിരിക്കാൻ സബ്സിഡിയും നിലവിലുള്ള സൗജന്യങ്ങളും തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സോളാർ ലഭ്യത കണക്കിലെടുത്ത് പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ പകൽ സമയത്ത് വൈദ്യുതി നിരക്കിൽ 10% കുറവ് വരുത്തുന്നത് ചെറുകിട കച്ചവടക്കാർക്ക് അതിൻ്റെ ഗുണം നന്നായിട്ട് കിട്ടുകയാണ്. അവർ കുറവ് വരുത്തിയത് കയറ്റിയത് മാത്രമേ പറഞ്ഞുള്ളൂ, കുറവ് വരുത്തിയത് ആരും പറഞ്ഞില്ല. ഏകദേശം 5 ലക്ഷത്തോളം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നു. അതുപോലെ സംസ്ഥാനത്ത് 1.5 ലക്ഷം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനമായും ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വൈദ്യുതി നിരക്കിൽ 10% കുറവ് വരുത്തിയതോടുകൂടി യൂണിറ്റിന് 60 പൈസയിലധികം ഈ വിഭാഗത്തിന് കുറവുണ്ടാകും. പി.ടി. റഹീം എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ശൈലജ, ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ശാരുതി, പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പുത്തരത്ത്, കെ. പുഷ്പലത, പി. സദീബായി, കെ.എസ്.ഇ.ബി. ട്രാൻസ്മിഷൻ നോർത്ത് ചീഫ് എഞ്ചിനീയർ കെ. ശാന്തി, ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ എസ്. ശിവദാസ്, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആർ. ലേഖ റാണി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തണ്ണീർത്തടം നികത്തുന്നവരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ബി.ജെ.പി. സംഘടിപ്പിച്ച സരോവരം രക്ഷാ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സരോവരം കണ്ടൽ പ്രദേശം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി.കെ. സജീവന്റെ നേതൃത്വത്തിൽ സരോവരം രക്ഷാ മാർച്ച് നടത്തി. പ്രദേശവാസികളും സമരസമിതിയും ബി.ജെ.പി. പ്രവർത്തകരും സരോവരം ട്രേഡ് സെന്ററിലേക്കാണ് മാർച്ച് നടത്തിയത്. ട്രേഡ് സെന്ററിന് സമീപം പോലീസ് സമരക്കാരെ തടഞ്ഞു. തുടർന്ന് മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി അതിക്രമിച്ച് മണ്ണിട്ട് മൂടിയാൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നിയമം ലംഘിച്ച് മണ്ണിട്ട് നികത്തിയാൽ സ്വന്തം ചെലവിൽ മണ്ണ് നീക്കം ചെയ്യണം. മണ്ണ് നീക്കം ചെയ്ത വാഹനം പിടിച്ചെടുക്കുകയല്ല, അതിന് നേതൃത്വം നൽകിയവരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് VK സജീവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബു, ജില്ലാ ജനറൽ സെക്രട്ടറി E പ്രശാന്ത് കുമാർ, KV സുധീർ, ഹരിദാസ് പൊക്കിണാരി, KP വിജയലക്ഷ്മി, ജില്ലാ സെക്രട്ടറിമാരായ T റനീഷ്, പ്രശോഭ് കോട്ടൂളി, അനുരാധ തായാട്ട്, ബിന്ദു ചാലിൽ, ഷൈനി ജോഷി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സഹകരണ മേഖലയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന സഹകരണ പെൻഷൻകാരെ മറക്കുന്ന നിലപാടാണ് സർക്കാരും പെൻഷൻ ബോർഡും സ്വീകരിക്കുന്നതെന്ന് കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ഇതിനെതിരെ ഡിസംബർ 19 സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത്രയും ദിവസമായി ഈ റിപ്പോർട്ട് പുറത്തു വന്ന 3 മാസക്കാലമായിട്ട് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾക്ക് പറയാതെ കേൾക്കാൻ സഹകരണ വകുപ്പ് മന്ത്രി തയ്യാറായില്ല. ഈ ഒരു സാഹചര്യത്തിൽ സഹകരണ മേഖലയിലെ ജീവനക്കാർക്ക് 2021 നിലവിലുണ്ടായിരുന്ന DA നിർത്തൽ ചെയ്ത നടപടിക്കെതിരെ പുനഃസ്ഥാപിക്കാത്ത നടപടിക്കെതിരെയും കാലോചിതമായി പെൻഷൻ പുനഃപരിഷ്കരിക്കാത്ത നടപടിക്കെതിരായി അതിശക്തമായ സമരവുമായി പോകാനാണ് ഇപ്പോൾ ഈ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. സഹകരണ മേഖലയിൽ ഏതാണ്ട് 25,000-ഓളം ആളുകളാണ് ഈ സഹകരണ പെൻഷൻകാരെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതാണ്ട് 80,000-ഓളം ജീവനക്കാരുണ്ട്. ഈ 80,000-ഓളം ജീവനക്കാരുടെ മാസത്തിൽ വരുന്ന കോൺട്രിബ്യൂഷനും റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ EPF, ഞങ്ങൾക്ക് നിയമാനുസൃതം നൽകേണ്ട EPF വിഹിതവും ഒരു വയബിൾ സ്കീമിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് ജനിക്കുന്ന പലിശ ഉപയോഗിച്ചാണ് ഈ പെൻഷൻ ഞങ്ങൾക്ക് പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ കമ്മീഷൻ കണ്ടെത്തിയൊരു വിചിത്രമായ ഈ പെൻഷൻ ഇങ്ങനെ കൊടുക്കുന്നത് നഷ്ടമാണ്. ആ നഷ്ടം പരിഹരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ്. 2021 പുറത്തു വന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് നഷ്ടം വരുത്തുന്നതിന് വേണ്ടി 3 നിർദ്ദേശങ്ങളാണ്. സഹകരണ സ്ഥാപനങ്ങൾ ലാഭകരമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളിൽ നിന്ന് 10% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഈ പെൻഷൻ ബോർഡിൽ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു. സഹകരണ പെൻഷൻകാരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവരാവകാശ നിയമം മാധ്യമങ്ങൾക്ക് വാർത്തകൾ സൃഷ്ടിക്കാനുള്ള നിയമാനുസൃതമായ ഉറവിടമാണെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവരാവകാശ നിയമവും മാധ്യമങ്ങളും എന്ന ശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ശില്പശാല സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് അപ്രാപ്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് വിവരാവകാശത്തിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. RTI നിയമം വരുന്നതിന് മുൻപ് തന്നെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി പത്രപ്രവർത്തകർ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് വിവരാവകാശം നിലവിലുണ്ടായിട്ടും അതിനെ വാർത്താ സ്രോതസ്സാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളിൽ കാര്യക്ഷമമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേൾഡിൽ എടുത്തു നോക്കുമ്പോൾ രാഷ്ട്രങ്ങളുടെ ഗുണമേന്മയിലും അവരുടെ അന്തസ്സിലും അഭിജാത്യത്തിലും അവർ ജനങ്ങളോട് കാണിക്കുന്ന കാര്യങ്ങളുടെ പട്ടികകൾ എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യം പാലിക്കപ്പെടുന്നുണ്ടോ, ഇലക്ഷൻ ശരിയായിട്ട് നടത്തപ്പെടുന്നുണ്ടോ, അതുപോലെ വിവരാവകാശത്തിന്റെ പട്ടികയിലെവിടെ, മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ പട്ടികയിലെവിടെ, ഇതൊരു രാജ്യത്തെ ഉന്നതിയിൽ പിടിക്കുന്ന പ്രധാനപ്പെട്ട സൂചികകളിലെ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് എന്നാ പിന്നെ പലർക്കും ഇഷ്ടമല്ല, എന്നാ പിന്നെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. ജനങ്ങളുടെ ഇടയിലും അത് വേരുറച്ചിട്ടുണ്ട്, രാജ്യത്തിന്റെ മൊത്തത്തിൽ അത് വേരുറച്ചിട്ടുണ്ട്. അത് എടുത്തു മാറ്റിയാൽ ആ രാജ്യം ഡീഗ്രേഡ് ചെയ്യപ്പെടും, താഴത്തെ പട്ടികയിൽ താഴെപ്പെടും. ഒരു രാജ്യം അത് ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇഷ്ടമല്ലെങ്കിൽ പോലും ഭരണാധികാരികൾക്ക് ഇതിനെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ പലപ്പോഴും ഇത് വേണ്ടായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് ധാരാളമുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുണ്ട്, എല്ലാവരുടെ ഇടയിലും. പക്ഷെ ഇതൊക്കെ അവർക്ക് വേണ്ടതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമാരായ കമാൽ വരദൂർ, M ഫിറോസ് ഖാൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത്, വൈസ് പ്രസിഡന്റ് KS രേഷ്മ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ സേവനം ചെയ്യുന്നവർ മലബാറിൽ ഏറെ മുന്നിലെന്ന് പാരിസൺസ് ഗ്രൂപ്പ് ചെയർമാൻ NK മുഹമ്മദ് അലി. CSCO അഭയം പദ്ധതിയുടെ ഭാഗമായി 6ാമത് തറയിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടുവട്ടം തോണിച്ചിറ റോഡ് കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിന് സമീപമാണ് CSCO അഭയം പദ്ധതിയുടെ ഭാഗമായി 6ാമത് തറയിടൽ കർമ്മം നടത്തിയത്. പാരിസൺസ് ഗ്രൂപ്പ് ചെയർമാൻ NK മുഹമ്മദ് അലി കർമ്മം നിർവഹിച്ചു. കോഴിക്കോട് CSCO മറ്റ് സന്നദ്ധ സംഘടനകൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CSCOന്റെ അഭയം പ്രൊജക്ടിന്റെ 6ാമത്തെ തറക്കല്ലിടൽ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷവും കൃതജ്ഞതയും ഇതിൻ്റെ ഭാരവാഹികളോട് രേഖപ്പെടുത്തുന്നു. 68 വർഷം പിന്നിടുന്ന CSCOവും അതിൻ്റെ പ്രഗത്ഭരായ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതിനോടനുബന്ധിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ CSCO വളരെയേറെ മുന്നിലാണ്. ഈ മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ഇങ്ങനത്തെ സന്നദ്ധ സംഘടനകളും ഇങ്ങനത്തെ സാമൂഹ്യ സേവനം ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് മുന്നിലാണ്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. CSCO പ്രസിഡന്റ് CBV സിദ്ദിഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MB ഫസൽ റഹ്മാൻ, അഭയം പ്രൊജക്ട് ചെയർമാൻ P ബാബു കെൻസ, കൺവീനർ PM മെഹബൂബ്, സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, മുൻ ജനറൽ സെക്രട്ടറിമാരായ CV അബ്ദുൽ ഗഫൂർ, PN വലീദ്, വൈസ് പ്രസിഡന്റ് K നൌഷാദ് അലി, ഖാദിരിയാത്ത് ആദം എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്വാണ്ടം ഫിസിക്സിന്റെ ഗവേഷണ മേഖല വികസിപ്പിക്കാനായി ശ്രീ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബാലുശ്ശേരിയും ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും ചേർന്ന് ക്യൂബ് ബ്രിഡ്ജ് രൂപീകരിക്കുന്നു. ഉദ്ഘാടനം ഡിസംബർ 19 ഗോകുലം ഗോപാലൻ നിർവഹിക്കും. ആദ്യ സെമിനാറിൽ പ്രമുഖ സ്പീക്കേഴ്സ് പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഗ്രി തലം മുതലുള്ള കുട്ടികളിലേക്ക് ഇതിന്റെ ഒരു ഐഡിയ എത്തിക്കുക എന്നുള്ളതും ഇതിലെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രമുഖരെ അവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതുമാണ് ലക്ഷ്യത്തോടു കൂടി. അപ്പോൾ നമ്മളത് കൂടുതൽ നമ്മുടെ കുട്ടികളിൽ നിന്ന് വിട്ട് കൂടുതൽ അതിന്റെ ഒരു വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ മുന്നോട്ട് വെച്ചപ്പോൾ, ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ, അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാമെന്ന് മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഈ ഒരു സെലിബ്രേഷൻ 100 years ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് സെലിബ്രേഷൻ്റെ ഒരു ഉദ്ഘാടനം കൂടി ഈ ഒരു പരിപാടിയിൽ കൂടെ ആവാമെന്ന് തീരുമാനിക്കുകയും നമ്മൾ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നത്. അതിലെ മറ്റൊരു പ്രത്യേകത, അതിൽ 100ഓളം ആളുകളിപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തുനിന്നുള്ള ആളുകളാണ്. അത് ഞാൻ ബ്രാക്കറ്റിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. NIT നിന്നും IITs നിന്നും IAC നിന്നൊക്കെ ഉള്ള ആളുകൾ ശരിക്കും നമ്മൾ ജസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും പേരെ നമ്മളിപ്പോൾ വിളിച്ച് കൺഫേം ചെയ്തു. അവരെല്ലാവരും 19-ാം തീയതി തന്നെ അവിടെ ഉണ്ടാവും എന്നുള്ള രീതി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്യൂൻസൈഡ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി അൺറേറ്റഡ് മെഗാ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 22 YMCA ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. 499 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് 9961814324 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കൂടുതൽ കുട്ടികളിലേക്ക് ഈ ഐഡിയ എത്തിക്കുക, കുട്ടികൾക്ക് ചെസ് കളിക്കാനും ചെസ് പഠിക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. YMCA ഹാളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 9 മണിക്ക് ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യും. തലേന്ന് തന്നെ ഞങ്ങൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 300 to 400 നമ്പേഴ്സ് ഓഫ് കിഡ്സിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത്രയും ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യമുള്ളൊരു ഹാള് തന്നെയാണ്, AC ഹാള് തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഞങ്ങൾ ഇത് ടൂർണമെന്റ് അവിടെ തന്നെ നമ്മൾ ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ബട്ട് ഞങ്ങളുടെ ഫോമിൽ അതിന് ഓപ്ഷൻ ഉണ്ട് അവർക്ക് ഡയറക്റ്റ്ലി ഫുഡ് കൊടുക്കാൻ. സോ ലൈക്ക് ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിലും നമുക്ക് അവിടെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഖത്തർ ജയിലിലെ തടവുകാരായ ഇന്ത്യക്കാരുടെ മോചനത്തിനായി മെഴുകുതിരി തെളിയിച്ച് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാനും ജയിലിൽ മരിച്ചവർക്ക് ആദര സൂചകമായുമാണ് കോഴിക്കോട്ട് സംഗമം നടത്തിയത്. മെഴുകുതിരി പോലെ ഉള്ളുരുകുകയാണ് ഈ അമ്മമാരുടെ മനസ്സ്. ഉറ്റവരെ ചതിച്ചവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവാനാണ് ഇവരുടെ പ്രാർത്ഥന. ജോലി തേടി വിദേശത്ത് പോയവരിൽ ചിലർ വർഷങ്ങളായി ജയിലിൽ കഴിയുന്നു. ഇവരുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ദൌത്യസംഘത്തെ നിയോഗിക്കണം എന്നാവശ്യപ്പെട്ടും ജയിലിൽ മരണം സംഭവിച്ചവർക്ക് ആദരമർപ്പിച്ചുമാണ് മെഴുകുതിരി തെളിയിക്കൽ സംഗമം നടത്തിയത്. SM സ്ട്രീറ്റിൽ നടന്ന പരിപാടി മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. 2025 നമ്മൾ കടക്കുമ്പോൾ ആ കുടുംബങ്ങൾക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കണം അവരുടെ കുടുംബത്തിൽ ആ വിദേശ രാജ്യത്തെ ജയിലിൽ അകപ്പെട്ട് കഴിയുന്ന ആ കുടുംബാംഗത്തെ തിരിച്ചെത്തിക്കുവാൻ വേണ്ട പരിശ്രമം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഈ പുതുവർഷത്തിൽ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പ്രവാസി മൂവ്മെന്റ് ഇന്ന് ഏറ്റെടുത്ത ദൗത്യത്തിന് നമുക്കെല്ലാവർക്കും ചേർന്ന് പിന്തുണ കൊടുക്കുവാൻ കഴിയണം. ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ തടവുകാരുടെ അമ്മമാരും ബന്ധുക്കളും മറ്റു സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ സംഗമത്തിൽ പ്രസിഡന്റ് RJ സജിത് അധ്യക്ഷനായി. റാഫി P ദേവസി, നവീന വിജയൻ, പ്രജീഷ് തിരുത്തിയിൽ, എറീന സജിത് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയൽ ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി നിർവഹിച്ചു. 30ഓളം പേർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പെരുവയലിലെ കലാകായിക, സാമൂഹിക, സാംസ്കാരിക, സന്നദ്ധ മേഖലകളിൽ നിറസാന്നിധ്യമായ ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് വളരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ ക്ലബിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി അകമഴിഞ്ഞ് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും കൂടെ ചെയ്യുന്നു. ക്ലബ്ബ് പ്രസിഡന്റും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ N അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. നറുക്കെടുപ്പിലൂടെ 30ഓളം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഒന്നാം സമ്മാനം TV സേവാ കെയർ പെരുവയിൽ സ്പോൺസർ ചെയ്തിട്ടുള്ള ലാൻഡ് TV 2139 രാജു, രാകേഷ് മനത്താനത്ത്, ഉണ്ണിക്കുട്ടൻ, മുഹമ്മദ് പൊൻപാറ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബിനു ഏലശ്ശേരി സ്വാഗതവും ബിവിൻ ചിറക്കൽ ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഹയർ സെക്കൻഡറി NSS പ്രോഗ്രാം ഓഫീസർമാർക്കുള്ള സത്യമേവ ജയതേ ഏകദിന ശില്പശാല GVHSS നടക്കാവിൽ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം NSS കോഴിക്കോട് സൗത്ത് ജില്ലാ കൺവീനർ MK ഫൈസൽ നിർവഹിച്ചു. ഹയർ സെക്കൻഡറി NSS പ്രോഗ്രാം ഓഫീസർമാർക്കുള്ള സത്യമേവ ജയതേ ഏകദിന ശില്പശാല GVHSS നടക്കാവിൽ വെച്ച് സംഘടിപ്പിച്ചു. സത്യാനന്തര കാലഘട്ടത്തിൽ വാർത്തകളുടെ നിജസ്ഥിതി അപഗ്രഥിച്ച് തിരിച്ചറിയുക എന്ന
അതിജീവന നൈപുണ്യം ആർജിക്കുന്നതിനും വ്യാജവാർത്ത നിർമ്മിതിക്കെതിരെ ജാഗ്രത പുലർത്താനും സാമൂഹ്യമായ അവബോധം സൃഷ്ടിക്കാനും വളണ്ടിയർമാരെ പ്രാപ്തരാക്കുന്ന മുഖ്യമന്ത്രിയുടെ 10 പരിപാടിയിൽപ്പെട്ട ബോധവൽക്കരണ പരിപാടിയാണ് സത്യമേവ ജയതേ. ഈ ഒരു പരിപാടി NSS സപ്തദിന ക്യാമ്പിൽ നടപ്പിലാക്കാനുള്ള പരിശീലനമാണ് നൽകിയത്. ശില്പശാലയുടെ ഉദ്ഘാടനം NSS കോഴിക്കോട് സൗത്ത് ജില്ലാ കൺവീനർ MK ഫൈസൽ നിർവഹിച്ചു. GVHSS നടക്കാവ് പ്രിൻസിപ്പൽ C ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS സിറ്റി വെസ്റ്റ് ക്ലസ്റ്റർ കൺവീനർ ഗീത S നായർ സ്വാഗതവും GHSS പന്നൂർ പ്രോഗ്രാം ഓഫീസർ ബിന്ദു നന്ദിയും പറഞ്ഞു. NSS ജില്ലാ പരിശീലകരും ക്ലസ്റ്റർ കൺവീനർമാരായ KV സന്തോഷ് കുമാറും T രതീഷും ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റിക്കാട്ടൂർ ജാമിയ യമാനിയ സിൽവർ ജൂബിലി സമ്മേളനം ഡിസംബർ 20, 21, 22 തീയതികളിൽ നടക്കും. ആദ്യ സെഷൻ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും സമാപന സമ്മേളനം പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ഉദ്ഘാടനം ചെയ്യും. 354 വിദ്യാർത്ഥികൾ സ്ഥാനവസ്ത്രവും സനദും സ്വീകരിക്കും. അതിനോടനുബന്ധിച്ചുള്ള സമാപന സമ്മേളനം സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പാണക്കാട് ശ്രീ സാദിഖ് അലി ശിഹാബ് ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധാനവും സന്നദ്ധാന പ്രസംഗവും സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റും പ്രിൻസിപ്പാൾ കൂടിയായ സയ്യിദ് മുഹമ്മദ് ജിഫരി മുഖ്യപ്രവർത്തനങ്ങൾ നിർവഹിക്കും. കോഴിക്കോട് മൊയ്യ് ഉമർ മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള സംസ്ഥയിലെ പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കും. 1500ഓളം പണ്ഡിതന്മാരെ യമാനിന്ന് ബിരുദം നൽകി പുറത്തിറങ്ങി വർഷങ്ങളായി. ജാമിയ യമാനിയ അറബി കോളേജ് അതിൻ്റെ 25ാം വർഷ സിൽവർ ജൂബിലിയാണ്. അതിൻ്റെ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ നിങ്ങളുടെ പൂർണ്ണമായ സഹായം ഉണ്ടാകണമെന്ന്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി ഉപയോക്താക്കൾക്ക് അധിക ബാധ്യത വരാതെയും ഇളവുകൾ അനുവദിച്ചുമാണ് വൈദ്യുതി നിരക്കിൽ വർധന നടപ്പാക്കുന്നതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. തണ്ണീർത്തടം നികത്തുന്നവരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് BJP നേതാവ് MT രമേശ്. സഹകരണ മേഖലയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയ സഹകരണ പെൻഷൻകാരെ മറക്കുന്ന നിലപാടാണ് സർക്കാരും പെൻഷൻ ബോർഡും സ്വീകരിക്കുന്നതെന്ന് സഹകരണ പെൻഷൻകാർ. വിവരാവകാശ നിയമം മാധ്യമങ്ങൾക്ക് വാർത്തകൾ സൃഷ്ടിക്കാനുള്ള നിയമാനുസൃതമായ ഉറവിടമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ. ഖത്തർ ജയിലിലെ തടവുകാർക്കായി കോഴിക്കോട്ട് മെഴുകുതിരി തെളിയിച്ച് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.